നമസ്കാരം. എഡിറ്റോറിയലിലേക്ക് സ്വാഗതം. ഇറാൻ പ്രസിഡന്റ് ഇബ്രാഹിം റൈസി ഹെലികോപ്റ്റർ അപകടത്തിൽ കൊല്ലപ്പെട്ടിരിക്കുന്നു. കഴിഞ്ഞ ദിവസമാണ് അദ്ദേഹത്തിൻ്റെ ഹെലികോപ്റ്റർ അപകടത്തിൽപ്പെട്ടതായിട്ടുള്ള വാർത്തകൾ വന്നത്. ഇന്ന് രാവിലെയോടുകൂടി അപകട സ്ഥലത്ത് രക്ഷാപ്രവർത്തകർ എത്തുകയും ആരും ജീവിച്ചിരിക്കാൻ സാധ്യതയില്ല എന്ന് വിലയിരുത്തുകയും ചെയ്തു. ഇപ്പോൾ ഇറാനിലെ മാധ്യമങ്ങളെല്ലാം പ്രസിഡന്റിൻ്റെ മരണം സ്ഥിരീകരിച്ചിട്ടുമുണ്ട്. വലിയ ഒരു വാർത്താ പ്രാധാന്യമുള്ള അല്ലെങ്കിൽ അന്താരാഷ്ട്ര ലോകക്രമത്തിൽ തന്നെ ഏറെ ചർച്ച ചെയ്യപ്പെടേണ്ട ഒരു ദുരന്തമാണ് ഇറാനെ തേടി എത്തിയിരിക്കുന്നത്. ഒട്ടനവധി ചോദ്യങ്ങൾ ഇതിൻ്റെ പിന്നിലുണ്ട്. ആ ചോദ്യങ്ങളാണ് നമ്മൾ ഇന്ന് എഡിറ്റോറിയലിൽ ചർച്ച ചെയ്യുന്നത്. ആർ.പി. ഈ നേരത്തെ പറഞ്ഞതുപോലെ വലിയ ചോദ്യങ്ങൾ ഇതിനോടകം തന്നെ വരുന്നുണ്ട്. അസർബൈജാനിൽ നിന്നുള്ള ഹെലികോപ്റ്റർ യാത്രയടക്കം 3 ഹെലികോപ്റ്റർ അടങ്ങുന്ന ഒരു ഫ്ലീറ്റിൽ ഒരു ഹെലികോപ്റ്റർ മാത്രം അപകടത്തിൽപ്പെടുന്നു. അട്ടിമറി സാധ്യത എത്രത്തോളമാണ്? അട്ടിമറി സാധ്യതയെക്കുറിച്ച് തിയറികൾ തീർച്ചയായിട്ടും ഉണ്ടാകും എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയമില്ല. കാരണം ഇപ്പോൾ ഹെലികോപ്റ്ററിൻ്റെ അവശിഷ്ടങ്ങൾ കണ്ടെത്തി മരണം സ്ഥിരീകരിച്ചിട്ട് മണിക്കൂറുകൾ മാത്രമേ ആയിട്ടുള്ളൂ. പക്ഷേ അതുകൊണ്ട് തന്നെ ഇപ്പോൾ അതൊരു വലിയ പ്രധാന ചർച്ചാ വിഷയമായില്ലെങ്കിൽ കൂടി വരും മണിക്കൂറുകളിൽ വരും ദിവസങ്ങളിൽ തീർച്ചയായിട്ടും ഇതൊരു വലിയ വിഷയമാകും. കാരണം ഇറാനെ സംബന്ധിച്ചിടത്തോളം ഇറാന് ശത്രുക്കൾക്ക് യാതൊരു പഞ്ഞവും ഇല്ലാത്ത ഒരു രാജ്യമാണ്. ലോകക്രമത്തിൽ നേരത്തെ കുമാർ പറഞ്ഞ പോലെ വളരെ സങ്കീർണമായ ഒരു സ്ഥാനം വഹിക്കുന്ന ഒരു രാജ്യം കൂടിയാണ് ഇറാൻ. അമേരിക്ക ആയാലും ഇസ്രായേൽ ആയാലും ഇറാൻ്റെ ശത്രുപക്ഷത്താണ്. ഇസ്രായേലിൽ ഇപ്പോൾ നടക്കുന്ന ഗാസയിൽ നടക്കുന്ന ആക്രമണത്തിൻ്റെ ആ ഒരു സംഘർഷത്തിലെ ഒരു പ്രധാന കഥാപാത്രമാണ് ഇറാൻ. ഇവര് പാലസ്തീൻ തീവ്രവാദികളെ സംബന്ധിച്ചിടത്തോളം അവർക്ക് ഏറ്റവും കൂടുതൽ സപ്പോർട്ട് ലഭിക്കുന്ന ഒരു രാജ്യമാണ് ഇറാൻ. നേരത്തെ കുമാർ പറഞ്ഞ രണ്ടാമത്തെ വിഷയം 3 ഹെലികോപ്റ്ററുകൾ പോയി. 3 ഹെലികോപ്റ്ററുകൾ പോയതിൽ ഒരു ഹെലികോപ്റ്റർ പ്രസിഡന്റ് ഇരുന്ന ഹെലികോപ്റ്റർ, പ്രസിഡന്റും ഫോറിൻ മിനിസ്റ്ററും അദ്ദേഹവും ഇരുന്ന ഹെലികോപ്റ്റർ മാത്രമാണ്. ഫോറിൻ മിനിസ്റ്റർ ഹുസൈൻ അമീർ അബ്ദുള്ള എന്നോ മറ്റോ ആണ് അദ്ദേഹത്തിൻ്റെ പേര്, ഹുസൈൻ അമീർ അബ്ദുള്ള. അദ്ദേഹവും സഞ്ചരിച്ചിരുന്ന ഹെലികോപ്റ്റർ മാത്രം അപകടത്തിൽപ്പെടുകയും മറ്റ് 2 ഹെലികോപ്റ്ററുകൾ സുരക്ഷിതമായി തിരിച്ചെത്തുകയും ചെയ്തു. കാലാവസ്ഥ മോശമാണെങ്കിൽ എല്ലാ ഹെലികോപ്റ്ററുകൾക്കും അത് ബാധകമാവേണ്ടതാണ്. അപ്പോൾ അത് ഒരു പ്രധാന വിഷയമാണ്. രണ്ടാമത്തെ ഒരു പ്രധാന കാര്യം, ഇപ്പോൾ ഈ മരിച്ചിരിക്കുന്ന പ്രസിഡന്റ് ഇബ്രാഹിം റൈസി എന്ന് പറയുന്ന അദ്ദേഹം വലിയ കടുംപിടുത്തക്കാരനാണ്. വലിയ ഒരു ഫണ്ടമെൻ്റൽ ആറ്റിറ്റ്യൂഡുള്ള, എല്ലാ അർത്ഥത്തിലും ഇറാനിൽ നടന്നിട്ടുള്ള സമരങ്ങളെ അടിച്ചമർത്തിയിട്ടുണ്ട്. കൺസർവേറ്റീവാണ്, അങ്ങേയറ്റം യാഥാസ്ഥിതിക പക്ഷത്ത് നിൽക്കുന്ന ആളാണ്. അത്തരം നിയമങ്ങൾ രാജ്യത്ത് കൊണ്ടുവരണമെന്ന് ആഗ്രഹിക്കുന്ന ആളാണ്. കൂടുതൽ ഓൾറെഡി ഇറാൻ എന്ന് പറയുന്നത് ഒരു ഇസ്ലാമിക റിപ്പബ്ലിക് ആണ്, അല്ലേ? 1979 മുതൽ അതൊരു ഇസ്ലാമിക റിപ്പബ്ലിക്കാണ്. കടുത്ത ഷിയ ആണെന്ന് മാത്രം ഒരു വ്യത്യാസമേ ഉള്ളൂ. കടുത്ത ഇസ്ലാമിക നിയമങ്ങളൊക്കെ ഉണ്ട്. അതിനെതിരെ അവിടെ ശക്തമായ പ്രതിഷേധമുണ്ട്. ജനാധിപത്യത്തിൻ്റെ ഒരു ശകലമുണ്ട് ഇപ്പോഴും അതിൽ, പക്ഷേ ഇവരുടെ ഭരണക്രമത്തിൽ. പക്ഷേ മറുവശത്ത് വളരെ യാഥാസ്ഥിതികരായ ഈ മുള്ളമാർ ഭരിക്കുന്ന ഒരു രാജ്യം തന്നെയാണ്. അപ്പോൾ അവിടെ വീണ്ടും ഇതൊന്നും പോരാ എന്ന് പറയുന്ന കടുത്ത യാഥാസ്ഥിതികവാദിയാണ്. എന്ന് മാത്രമല്ല, ഈ പാലസ്തീൻ ഉൾപ്പെടെ, പാലസ്തീനിൽ മാത്രമല്ല, ലെബനനിൽ, സിറിയയിൽ, ഇറാഖിൽ, യമനിൽ, ഇവിടെയൊക്കെയുള്ള ഇസ്ലാമിക ഭീകരവാദ സംഘടനകളെ സഹായിക്കുന്ന രാജ്യം കൂടിയാണ് ഇറാൻ. അപ്പോൾ ഇവർക്കൊക്കെ ഈ സപ്പോർട്ട് കൊടുക്കുന്നതിലെ ഒരു വളരെ പ്രധാനപ്പെട്ട ആൾ കൂടിയാണ് ഇബ്രാഹിം റൈസി, പ്രസിഡന്റ്. അപ്പോൾ തീർച്ചയായിട്ടും ഇതിൻ്റെ പിന്നിലൊരു കോൺസ്പിറസി തിയറീസ് ഇനിയും വരുന്ന ദിവസങ്ങളിൽ ഉണ്ടാകുമെന്നുള്ള കാര്യത്തിൽ ആ ഒരു സംശയമില്ല. പക്ഷേ ഇപ്പോഴത്തെ അവസ്ഥയിൽ നോക്കുമ്പോൾ അതൊരു അപകട മരണമായിട്ട് തന്നെയാണ് എല്ലാവരും പറയുന്നത്, വിദേശ മാധ്യമങ്ങൾ. ഇദ്ദേഹം സഞ്ചരിച്ച് മടങ്ങിയ അസർബൈജാൻ, ഇസ്രായേലിന്റെ ഒരു കൂട്ടാളി. അതിനകത്തൊരു തിരുത്തുണ്ട്. അസർബൈജാനിൽ പോയിട്ടില്ല ഇദ്ദേഹം പോയത് കിഴക്കൻ അസർബൈജാനിലാണ്. കിഴക്കൻ അസർബൈജാൻ എന്ന് പറയുന്നത് ഇറാനിന്റെ ഒരു പ്രവിശ്യയാണ്. ഇറാനിൽ 30 പ്രവിശ്യകളുണ്ട്. അതിലെ ഒരു പ്രവിശ്യയാണ് കിഴക്കൻ അസർബൈജാൻ. പക്ഷേ അസർബൈജാനുമായിട്ടുള്ള ഇറാന്റെ ബന്ധങ്ങൾ അത്ര നല്ലതായിരുന്നില്ല. ആ ബന്ധങ്ങൾ നോർമലൈസ് ചെയ്യാനുള്ള ഒരു ശ്രമം ഇറാൻ്റെ ഭാഗത്തുനിന്ന് കഴിഞ്ഞ കുറേ നാളായിട്ടുണ്ട്. അസർബൈജാനുമായിട്ട് മാത്രമല്ല, മറ്റ് പല രാജ്യങ്ങളുമായിട്ടും അങ്ങനെ ബന്ധമുണ്ടാക്കാൻ. ഇപ്പോൾ ഉക്രൈനിൽ നടക്കുന്ന യുദ്ധത്തിൽ റഷ്യയ്ക്ക് ഏറ്റവും കൂടുതൽ സപ്പോർട്ട് കൊടുക്കുന്നത് ഇറാനാണ്. അപ്പോൾ അങ്ങനെ ഇറാൻ ചില മാറ്റങ്ങളൊക്കെ അവരുടെ ഇതിൽ കൊണ്ടുവരുന്നുണ്ട്. അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ട് ഒരു ഹൈഡ്രോ ഇലക്ട്രിക്കൽ പ്രോജക്റ്റോ മറ്റോ, ഒരു ഡാമോ മറ്റോ
സംയുക്തമായിട്ടുണ്ടാക്കുന്ന അതിർത്തി മേഖലയിൽ ഉണ്ടാക്കുന്ന ആ ഒരു ഡാമിൻ്റെ പരിപാടിയുമായിട്ട് ബന്ധപ്പെട്ടാണ് അദ്ദേഹം പോയത്. അദ്ദേഹം വിദേശ രാജ്യത്ത് പോയതല്ല, സ്വന്തം രാജ്യത്ത് തന്നെ അതിർത്തി പ്രദേശത്ത് പോയതാണ്. അതുകൊണ്ടായിരിക്കണം അദ്ദേഹം വിമാനം ഉപയോഗിക്കാതെ ഹെലികോപ്റ്റർ ഉപയോഗിച്ചത്. കാരണം അവിടെ എത്തിപ്പെടാൻ അതേ ഉള്ളൂ മാർഗം. ഈ ഹെലികോപ്റ്ററുകളെ കുറിച്ച് ഇപ്പോൾ ചർച്ച ഉയരുന്നുണ്ട്. പ്രത്യേകിച്ചും ഇറാന്റെ വ്യോമയാന മേഖല ഒന്നാകെ ഈ ഉപരോധത്തിൽപ്പെട്ട് തുരുമ്പെടുത്ത് കിടക്കുകയാണെന്ന്. എക്സാക്ട്ലി, അത് വളരെ പ്രധാനപ്പെട്ട ഒരു വിഷയമാണ്. കഴിഞ്ഞ 2000 മുതൽ ഇങ്ങോട്ട് ഒരു 2024, ഇപ്പോൾ ഈ 24 വർഷത്തിനിടയിൽ ഇറാനുമായി ബന്ധപ്പെട്ട് നടന്ന വ്യോമ അപകടങ്ങളിൽ കൊല്ലപ്പെട്ടവരുടെ എണ്ണം 1275 അത്രയും ആൾക്കാർ കൊല്ലപ്പെട്ടിട്ടുണ്ട്. അത് ലോക സ്റ്റാൻഡേർഡുമായിട്ട് എടുത്തു നോക്കുമ്പോൾ വളരെ കൂടുതലാണ്. അതിൻ്റെ ഒരു പ്രധാന കാരണം ഇറാനിലെ ഈ വിമാനങ്ങളുടെ പഴക്കവും അതിൻ്റെ മെയിൻ്റനൻസ് ഇല്ലായ്മയുമാണ്. ഇപ്പോൾ ഇദ്ദേഹം തന്നെ ഈ തകർന്നു വീണ ഈ ഹെലികോപ്റ്റർ, ആ ഹെലികോപ്റ്റർ ബെൽ ഹെലികോപ്റ്ററാണ്. ബെൽ 212 എന്ന് പറയുന്ന ഹെലികോപ്റ്ററാണ്. 12 വർഷത്തെ പഴക്കമുണ്ട്. 12 വർഷത്തെ പഴക്കവും ആവശ്യത്തിന് മെയിൻ്റനൻസും ഇല്ലെങ്കിൽ ഏത് ഹെലികോപ്റ്ററും നല്ല വിമാനമായാലും അതൊരു ഫ്ലൈയിങ് കോഫിനായിട്ട് തന്നെ നമുക്ക് കാണാം. പറക്കുന്ന ശവപ്പെട്ടിയാണ്, എപ്പോൾ വേണേലും അത് ശവപ്പെട്ടിയായിട്ട് മാറാം. അപ്പോൾ അങ്ങനെയുള്ള ഒരവസ്ഥയിലുള്ള ഹെലികോപ്റ്ററിൽ എങ്ങനെയാണ് ഇവർ പ്രസിഡന്റിനെ വിട്ടതെന്നുള്ളത് നമുക്കറിയില്ല. നേരത്തെ പറഞ്ഞ പോലെ ഈ കോൺസ്പിറസി തിയറീസിൽ ഇതും വരാൻ സാധ്യതയുണ്ട്. അപ്പോൾ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ അവിടെ മെയിൻ്റനൻസ് ഇല്ല, നല്ല വിമാനങ്ങളില്ല. ഏറ്റവും പഴക്കമേറിയ, ലോകത്തിലെ തന്നെ ഏറ്റവും പഴക്കമേറിയ വിമാന സർവീസുകളിൽ ഒന്നാണ് ഇറാൻ്റെ. പക്ഷെ അവർക്ക് വിമാനങ്ങൾ കുറവാണ്, ഉപരോധത്തിൽപ്പെട്ട് സ്പെയർ പാർട്സ് കിട്ടുന്നില്ല, നല്ല മെയിൻ്റനൻസും ഇല്ല. അപ്പോൾ അതൊരു പ്രധാന ഘടകമാണ് ഈ വിഷയത്തിൽ. ഇറാനെ സംബന്ധിച്ചിടത്തോളം ഇറാൻ്റെ ന്യൂക്ലിയർ പദ്ധതിയാണ് ലോകത്തിന് മുഴുവൻ തലവേദനയായിരിക്കുന്നത്. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ അതിൽ ഇസ്ലാമിക, നോൺ ഇസ്ലാമിക അങ്ങനെ വ്യത്യാസമൊന്നുമില്ല. ഇറാനിലെ നടത്തുന്ന ഈ ന്യൂക്ലിയർ പദ്ധതിയിൽ ഇസ്രായേലിന് എത്രമാത്രം ദേഷ്യമുണ്ടോ, ഇറാനിനെ സംബന്ധിച്ച് അതേ സംശയം സുന്നി രാജ്യങ്ങളായ അറബ് രാജ്യങ്ങൾക്കും ഉണ്ട്. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ബഹ്റിന്, UAE ഉൾപ്പെടെയുള്ള രാജ്യങ്ങൾ വളരെ പെട്ടെന്ന് ഇസ്രായേലുമായി ഒരു ബന്ധം സ്ഥാപിക്കുകയും ഇസ്രായേലുമായിട്ടുള്ള ബന്ധം സാധാരണ നിലയിലാക്കാൻ ശ്രമിക്കുകയും ചെയ്തതിൻ്റെ പിന്നിലും ഇറാനോടുള്ള ദേഷ്യമുണ്ട്. അപ്പോൾ ഇത് വളരെ സങ്കീർണമായ ഒരു ക്രമമാണ്, ലോകക്രമമാണ്. അപ്പോൾ ഇവിടെയെല്ലാം ഈ ഇസ്രായേൽ ന്യൂക്ലിയർ ആയുധം വെച്ച് ലോകത്തെ പേടിപ്പിക്കുന്നുണ്ടെങ്കിലും മറുവശത്ത് ഈ പറയുന്ന ഉപരോധം ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ നേരത്തെ പറഞ്ഞ ഇറാൻ ഈ അവരുടെ ന്യൂക്ലിയർ ആയുധം വെച്ച് ലോകത്തെ പേടിപ്പിക്കുന്നുണ്ടെങ്കിലും അവരുടെ ഉള്ളിൽ ഈ ഉപരോധം ഏർപ്പെടുത്തിയിട്ടുള്ള പ്രശ്നങ്ങൾ എത്ര സങ്കീർണമാണ് എന്ന് തെളിയിക്കുന്ന ഒരു സംഭവം കൂടിയാണ് ഇത്. ഈ റൈസിയുടെ വ്യക്തിത്വത്തെ എടുത്തു കഴിഞ്ഞാൽ അദ്ദേഹം ഒരു നേരത്തെ പറഞ്ഞതുപോലെ സ്ട്രിക്റ്റ് ആയിട്ടുള്ള ഒരു ഭരണാധികാരിയാണ്. പാശ്ചാത്യ ലോകം മുഴുവൻ അദ്ദേഹത്തെ ഏകാധിപതി എന്ന് വിലയിരുത്തുന്നു, ജനാധിപത്യ സമരങ്ങൾ അടിച്ചമർത്തുന്നു, ഇസ്ലാമിക ഭരണകൂടത്തിനെതിരെ ശബ്ദിക്കുന്നവരുടെ കഴുത്തറുക്കാൻ മടിയില്ലാത്ത ആളാണ്. പക്ഷെ അതേസമയം ഇന്ത്യയുമായി ഊഷ്മളമായ ബന്ധം സ്ഥാപിക്കുന്നു. അതിന്റെ അല്ല, ഇന്ത്യ അതിൻ്റെ ക്രെഡിറ്റ് ഇന്ത്യക്ക് കൊടുക്കണം. അതിവിടെയുള്ള ഇപ്പം നമ്മുടെ കേരളത്തിലുള്ള ചില ജിഹാദി സപ്പോർട്ടേഴ്സ് അത് സമ്മതിക്കില്ലായിരിക്കും. പക്ഷെ അതിൻ്റെ ക്രെഡിറ്റ് കൊടുക്കേണ്ടത് ഇന്ത്യക്ക്. ഞാൻ എന്തുകൊണ്ടാണ് കേരളം എടുത്തു പറഞ്ഞതെന്ന് കുമാർ ഒന്ന് എൻ്റെ അടുക്ക ചോദിക്കണം. എനിക്ക് അതിനെക്കുറിച്ചും ഒരു കാര്യം പറയാനുണ്ട്. ഈ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഇന്ത്യ എത്ര രസകരമായിട്ടാണ്, എത്ര ബാലൻസ്ഡ് ആയിട്ടാണ് ഇന്ത്യ ഈ ബന്ധങ്ങൾ സൂക്ഷിക്കുന്നതെന്ന് നിങ്ങൾ ശ്രദ്ധിച്ചാൽ മനസ്സിലാവും. അമേരിക്കയുമായി ബന്ധം വെച്ചുകൊണ്ട് തന്നെ അമേരിക്കയുടെ ഉപരോധം വരാൻ സാധ്യതയുണ്ട് എന്ന് കണ്ടുകൊണ്ട് തന്നെയാണ് ചബഹാർ തുറമുഖം നമ്മൾ 10 വർഷത്തേക്ക് ഏറ്റെടുത്തത്. അമേരിക്ക അങ്ങനെ ഒന്നും ചെയ്യാൻ പോകുന്നില്ല. ഈ ബഹളം വെക്കുന്നതല്ലാതെ അമേരിക്ക ഒരു ചുക്കും ചെയ്യാൻ സാധ്യതയില്ല എന്നാണ് എൻ്റെ വിശ്വാസം. കാരണം ഇന്ത്യക്കെതിരെ ഏർപ്പെടുത്തിയിട്ടുള്ള എല്ലാ ഉപരോധങ്ങളും പരാജയപ്പെട്ട ചരിത്രമാണ് ഉള്ളത്. അത് അവിടെ നിൽക്കട്ടെ. അപ്പോൾ ഒരു വശത്ത് ഇറാനുമായിട്ട് ബന്ധം വെക്കുന്നു, മറുവശത്ത് ഇസ്രായേലുമായിട്ട് വളരെ നല്ല ബന്ധം വെക്കുന്നു. ഇസ്രായേലുമായിട്ട് ആയുധ കയറ്റുമതിയും അത്തരം ഇടപാടുകൾ പോലും നടത്തുന്നുണ്ട്. മറുവശത്ത് ഇറാനുമായിട്ട് നല്ല ബന്ധം വെക്കുന്നുണ്ട്, അറബ് നേഷൻസുമായിട്ട് ബന്ധം വെക്കുന്നുണ്ട്. അപ്പോൾ ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം ഇന്ത്യ ഒരു പക്ഷവും പിടിക്കാതെ യഥാർത്ഥത്തിൽ ചേരിചേരാ നയം ഇപ്പോഴാണ് നടക്കുന്നതെന്ന് പറയാം. ഇന്ത്യയുടെ ഏകപക്ഷം എന്ന് പറയുന്നത്
ഭാരതത്തിൻ്റെ സ്വന്തം താല്പര്യങ്ങൾ മാത്രമാണ്. എല്ലാ രാജ്യങ്ങളും അങ്ങനെയൊക്കെ തന്നെയാണ്. പക്ഷെ നമ്മളുടെ പഴയ ഭരണാധികാരികൾ ഒരിക്കലും അത് പഠിച്ചിട്ടില്ല. ഈ അടുത്ത സമയത്ത് വിദേശകാര്യ വകുപ്പ് മന്ത്രി ജയശങ്കർ പറഞ്ഞത് അതുപോലെയാണ്. അദ്ദേഹം പറഞ്ഞത് നെഹ്റുവിനെ ഒരു സമയത്ത് സർദാർ പട്ടേൽ അദ്ദേഹത്തിന് വാണിംഗ് കൊടുത്തു എന്നാണ് പറഞ്ഞത്. അതായത് നമ്മളുടെ സ്വന്തം താല്പര്യങ്ങൾ മറ്റുള്ളവരെ സന്തോഷിപ്പിക്കാനായിട്ട് അടിയറ വെക്കരുതെന്ന് പറഞ്ഞു. പക്ഷെ നമ്മൾ ചെയ്തുകൊണ്ടിരുന്ന അതാണ്. ഇപ്പോൾ അങ്ങനെ അടിയറവൊന്നുമില്ല. നമ്മൾ നമ്മുടെ താല്പര്യങ്ങൾക്ക് വേണ്ടി നിൽക്കുന്നു. നമ്മുടെ താല്പര്യങ്ങൾക്ക് വേണ്ടി നമ്മളല്ല വേറെ ആരും നിൽക്കാനില്ല. അതുകൊണ്ട് തീർച്ചയായിട്ടും നമ്മൾ നമ്മുടെ താല്പര്യങ്ങൾക്ക് വേണ്ടി നിൽക്കുന്നു. ഇറാനെ സംബന്ധിച്ചിടത്തോളം ഭാരതം പോലെ ഒരു എമർജിങ് സൂപ്പർ പവർ ആ രാജ്യവുമായി ബന്ധം വെക്കേണ്ടത് ഇറാൻ്റെ ആവശ്യമാണ്, ഭാരതത്തിൻ്റെ ആവശ്യമാണ്. അപ്പോൾ ആ തരത്തിൽ ആ ബന്ധം വരുന്നു. പിന്നെ ചബഹാർ എയർപോർട്ട് നമ്മൾ എടുത്തത് തീർച്ചയായിട്ടും നമ്മളെ സംബന്ധിച്ചിടത്തോളം പാകിസ്ഥാൻ ചൈന നെക്സസ് ഗ്വാദ്വാർ തുറമുഖത്തിൽ, ചബഹാറിൻ്റെ തൊട്ടടുത്താണ് പാകിസ്ഥാനിലെ ഗ്വാദ്വാർ, ആ തുറമുഖത്തിൽ നടത്തുന്ന പ്രവർത്തനങ്ങൾക്ക് ബാലൻസ് ചെയ്യാൻ നമ്മൾക്ക് ആ മേഖലയിൽ ഒരു അടിസ്ഥാനം ആവശ്യമുണ്ട്. അതുകൊണ്ടാണ് നമ്മൾ ആ എയർപോർട്ട് ഏറ്റെടുത്തത്. ഇതെല്ലാം വളരെ ബാലൻസ്ഡ് ആയിട്ട് ഭാരതമാണ് ചെയ്യുന്നത്. ഇറാനും അത് ആവശ്യമാണ്. ഈ ഇറാന്റെ ഈ ഇടക്കാലത്തെ പാകിസ്ഥാനുമായിട്ടുള്ള ബന്ധം ഏറെ വഷളാകുന്നുണ്ട്. അതിൽ ഈ പറയുന്ന റെയ്സിയും അതുപോലെ തന്നെ പാക് ഭരണകൂടവും തമ്മിൽ കടുത്ത അഭിപ്രായ ഭിന്നതയിലേക്ക് വരുന്നു. വ്യോമാക്രമണം പോലും ഉണ്ടാകുന്നു. അത് ഇന്ത്യയുമായിട്ടുള്ള ബന്ധത്തിന്റെ ഏതെങ്കിലും സ്വാധീനം കൊണ്ടാണ്? അല്ല, അങ്ങനെ ആകണമെന്ന് നിർബന്ധമൊന്നുമില്ല. കാരണം പാകിസ്ഥാനുമായിട്ട്, പക്ഷേ വേറൊരു കാര്യമുണ്ട്, പാകിസ്ഥാനുമായിട്ട് ഇറാൻ ചില ഇടപാടുകളും ചില കാര്യങ്ങളൊക്കെ കഴിഞ്ഞ കുറേ നാളുകളിൽ നടത്തിയിരുന്നു. അതിൽ ചൈനയ്ക്കൊരു പ്രധാന പങ്കുമുണ്ട്. അത്തരം ഒരു ബന്ധം അവർ തമ്മിൽ ശക്തിപ്പെടുന്നത് ഒരിക്കലും ഇന്ത്യയുടെ താല്പര്യത്തിന് നല്ലതല്ല. അപ്പോൾ അങ്ങനെ ഇപ്പോൾ ഇവർ തമ്മിലൊരു സംഘർഷം ഉണ്ടായിട്ടുണ്ടെങ്കിൽ അത് ഭാരതത്തിന് നല്ലത് തന്നെയാണ്. പിന്നെ ഭാരതത്തിൻ്റെ ഇൻ്റലിജൻസ് ഏജൻസീസ് വല്ലതും അതിൻ്റെ പിന്നിൽ പ്രവർത്തിച്ചിട്ടുണ്ടോ, അത്തരം കാര്യങ്ങളുണ്ടോ, അത് നമുക്ക് ഇപ്പോഴത്തെ അവസ്ഥയിൽ പറയാൻ സാധിക്കുന്ന കാര്യമല്ല. എന്തായാലും നമ്മൾ ഈ ഒരു മരണത്തോടു കൂടി വിലയിരുത്തേണ്ട മറ്റൊരു പ്രധാനപ്പെട്ട കാര്യമുണ്ട്. ഇറാന് ഇത് എത്രത്തോളം ആഘാതം നൽകുന്നുണ്ട് എന്നുള്ളതാണ്. കാരണം ഇസ്രായേൽ ഹമാസ് യുദ്ധത്തിൽ നേരിട്ട് ഇറാൻ കക്ഷിയാകുന്നുണ്ട്. ഹൂതികളെ മുൻനിർത്തിക്കൊണ്ട് അമേരിക്കയെ അടക്കം വെല്ലുവിളിക്കുന്ന, മൊത്തം ലോകത്തെയും വെല്ലുവിളിക്കുന്ന പ്രവർത്തനങ്ങൾ നടത്തിയിട്ടുണ്ട്. അതിനെല്ലാം നട്ടലായി പ്രവർത്തിച്ച ഒരു ഭരണാധികാരിയാണ് പെട്ടെന്ന് ഇല്ലാതാകുന്നത് അപ്രതീക്ഷിതമായി തന്നെ. അത് എത്രത്തോളമായിരിക്കും ആ രാജ്യത്തെ ബാധിക്കുക? രാജ്യം ഷോക്കിലാണ്, ഇറാൻ ഷോക്കിലാണ്, ഇറാൻ ഭരണകൂടം ഷോക്കിലാണ്. ഇറാനകത്ത് വിമത പ്രവർത്തനങ്ങൾ ധാരാളമുണ്ട്. അവർ ചിലരൊക്കെ ഇപ്പോൾ ട്വിറ്ററിലൊക്കെ ഈ മരണത്തെ ആഘോഷിക്കുന്ന, അതായത് ഇറാൻ വിമത ഗ്രൂപ്പുകളുണ്ട്, അവരൊക്കെ ഈ മരണത്തെ ആഘോഷിക്കുന്ന വീഡിയോസും മറ്റ് വാർത്തകളും ഒക്കെ പുറത്തു വരുന്നുണ്ട് ട്വിറ്ററിലൊക്കെ. പക്ഷേ ഇറാൻ ഭരണകൂടം ഇപ്പോൾ ഷോക്കിലാണ്. പക്ഷേ ഇങ്ങനെ ഷോക്കാണ് എന്നൊക്കെ പറഞ്ഞാലും ഇതുകൊണ്ട് കാര്യമായ സ്ഥായിയായ വലിയൊരു വ്യത്യാസം ഇറാനിൽ ഉണ്ടാകാൻ പോകുന്നില്ല. കാരണം ഇറാൻ വളരെ സ്റ്റേബിളായിട്ടുള്ള ഒരു സർക്കാരാണ്. 1979 മുതൽ ഇന്നേ വരെ വളരെ സ്റ്റേബിളായിട്ട് സ്ഥിരതയുള്ള ഒരു ഇസ്ലാമിക ഭരണകൂടമാണ്. അവർക്കൊരു സുപ്രീം ലീഡറുണ്ട്, അയത്തുള്ള അലി ഖൊമേനിയാണ് ഇപ്പോഴത്തെ പരമോന്നത നേതാവ്. അദ്ദേഹത്തിൻ്റെ നേതൃത്വത്തിൽ ഒരു സുപ്രീം കൗൺസിലുണ്ട്. യഥാർത്ഥത്തിൽ ഈ മരിച്ചുപോയ, ഇപ്പോൾ കൊല്ലപ്പെട്ട ഇബ്രാഹിം റെയ്സി ഒരു പക്ഷേ അടുത്ത അയത്തുള്ള ആകാൻ ഉള്ള സാധ്യതയുണ്ടായിരുന്ന ആളാണ്. ഇപ്പോഴത്തെ അയത്തുള്ള ഖൊമേനിയുടെ ഏറ്റവും അടുത്ത വിശ്വസ്തനും കൂടിയാണ്, മുൻ അധ്യാപകനായിരുന്നു അദ്ദേഹം. അപ്പോൾ ഇദ്ദേഹം ഒരുപക്ഷെ അടുത്ത പരമോന്നത നേതാവാൻ സാധ്യതയുള്ള ആളായിരുന്നു. അപ്പോൾ വളരെ കർക്കശക്കാരനായ, വളരെ യാഥാസ്ഥിതികനായ ഒരാൾ അടുത്ത അയത്തുള്ള ആകാതെ, പരമോന്നത നേതാവാകാതെ പോയി എന്നുള്ളത് മാത്രമാണ് ഒരുപക്ഷെ മറ്റുള്ളവർക്ക് ആശ്വസിക്കാവുന്ന ഒരു കാര്യം. പക്ഷെ അതല്ലാതെ അതിനപ്പുറം ഇത് ഇറാനെ തകർക്കാനൊന്നും പോകുന്നില്ല. കാരണം കൃത്യമായി സ്ഥിരമായ ഒരു കൗൺസിലും, സുപ്രീം കൗൺസിലുണ്ട്. ആ കൗൺസിലാണ് പോളിസിയൊക്കെ ഡിസൈഡ് ചെയ്യുന്നത്. അപ്പോൾ അത് കാര്യങ്ങൾ അങ്ങനെ പോകും. പിന്നെ ഒരു നേതാവ് കൂടുതൽ യാഥാസ്ഥിതികനും കർക്കശക്കാരനും ആകുമ്പോൾ ഡേ ടു ഡേ കാര്യങ്ങളിൽ ഉണ്ടാകുന്ന വ്യത്യാസങ്ങളുണ്ടല്ലോ, അത് ചിലപ്പോൾ ഉണ്ടാവുമായിരിക്കും. ഈ ഇറാനുമായി കോൺഫ്ലിക്റ്റിൽ പോകുന്ന രാജ്യങ്ങൾക്ക് ആശ്വാസത്തിന് വക കിട്ടുമായിരിക്കും കുറച്ചൊക്കെ. പക്ഷേ അതുകൊണ്ട് ഒരു സ്ഥായിയായ ഒരു വ്യത്യാസം ഉണ്ടാവുമെന്ന് എനിക്ക് തോന്നുന്നില്ല. ഈ നേരത്തെ ഞാൻ കേരളത്തിൻ്റെ കാര്യം, എനിക്കത് പറയാതിരിക്കാൻ. അതിനോടൊപ്പം തന്നെ ഈ ഇപ്പോൾ ഇറാനിൽ
വലിയ ഒരു ആഘോഷം നടക്കുന്നുണ്ട് ഒരു വിഭാഗം എന്ന് പറയുന്നുണ്ട്. കേരളത്തിലും സോഷ്യൽ മീഡിയയിൽ അദ്ദേഹത്തിന് വേണ്ടി പ്രാർത്ഥന നടത്തുന്നു. അതാണ് കേരളത്തിൽ സദ്ദാം ഹുസൈൻ മരിച്ചാലും മറ്റ് ഈ പറയുന്ന പോലെ അറബ് ലോകത്ത് എന്ത് സംഭവിച്ചാലും കേരളത്തിൽ അവർക്ക് വേണ്ടി അത് തികച്ചും മൗലികവാദത്തിന്റെ അടിസ്ഥാനത്തിലുള്ള ലോകവീക്ഷണമാണ്. ഇതിനപ്പുറം വേറെ യാതൊന്നുമില്ല, വസ്തുതകളുമായി ഒന്നുമില്ല. ഇപ്പോൾ ഈ ഇബ്രാഹിം റൈസി ആരാണെന്ന് പോലും ഈ കേരളത്തിൽ ഇരിക്കുന്ന സോഷ്യൽ മീഡിയ കുഞ്ഞുങ്ങൾക്കറിയില്ല, ജിഹാദികൾക്കറിയില്ല. ഇവര് ഈ ഇബ്രാഹിം റൈസിയെ നേതാവായിട്ടും നായകനായിട്ടും കാണുന്നതിൻ്റെ ഒരു പ്രധാന കാര്യം ഇയാൾ പാലസ്തീനു വേണ്ടി നിൽക്കുന്നു, ഇസ്രായേലിനെതിരെ നിൽക്കുന്നു, കടുത്ത മത മൗലികവാദിയാണ് എന്നുള്ളത് മാത്രമാണ്. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഇദ്ദേഹം ഒരു ഷിയ നേതാവാണ്. ഇദ്ദേഹത്തെ പോലെ ഒരു ഷിയ നേതാവിനെ എങ്ങനെയാണ് പാകിസ്ഥാൻ ട്രീറ്റ് ചെയ്തതെന്ന് പാകിസ്ഥാനിൽ ചെന്ന് ഷിയാകളോട് ചോദിച്ചാൽ മതി. പക്ഷെ അത്തരം വ്യത്യാസങ്ങളൊന്നും ഇവിടെ ബാധകമല്ല. ഇവിടെ ഇദ്ദേഹത്തിന് വേണ്ടി രാവിലെ മുതൽ ഞാൻ രാവിലെ തൊട്ട് ഈ സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോംസ് നോക്കായിരുന്നു. ഇദ്ദേഹത്തിന് വേണ്ടി പ്രാർത്ഥനയുടെ ബഹളം, കരച്ചിൽ, നിലവിളി, ഇതെല്ലാം സോഷ്യൽ മീഡിയയിൽ ഇങ്ങനെ വ്യാപകമായിട്ട് നടക്കുകയാണ്. ഇതേ ആൾക്കാരാണ് ഡിസംബർ 2021 ഭാരതത്തിൻ്റെ പ്രഥമ ചീഫ് ഓഫ് സ്റ്റാഫ് ആയിരുന്ന ജനറൽ വിപിൻ റാവത്ത്. അദ്ദേഹം ഇതുപോലെ സമാനമായ ഒരു സാഹചര്യത്തിൽ ഒരു ഹെലികോപ്റ്റർ അപകടത്തിൽ മരിച്ചപ്പോൾ ഇവിടെ സോഷ്യൽ മീഡിയയിൽ ആഘോഷിച്ച അതേ ആൾക്കാരാണ് ഇപ്പോൾ എവിടെയോ ഉള്ള ഏതോ ഒരു രാജ്യത്തിൻ്റെ പ്രസിഡന്റിന് വേണ്ടിയിട്ട് ഇങ്ങനെ പ്രാർത്ഥനയും നിലവിളിയുമായിട്ട് നടക്കുന്നത്. അപ്പോൾ ഇവരുടെയൊക്കെ വീക്ഷണം എന്താണ്? ഇവരുടെയൊക്കെ മുന്നിൽ നിൽക്കുന്നത് രാജ്യത്തോടോ സ്വന്തം സമൂഹത്തോടോ ഉള്ള കൂറാണോ അതോ അതിനപ്പുറമുള്ള മതവിശ്വാസവും മതമൗലികവാദമാണോ എന്ന് ചോദിക്കേണ്ട ആവശ്യമില്ല. അതിൻ്റെ ഉത്തരം വളരെ വ്യക്തമാണ് ഇത്തരം പ്രതികരണങ്ങളിൽ. അതുകൊണ്ട് ഞാൻ അത് ചൂണ്ടിക്കാണിച്ചു എന്നേ ഉള്ളൂ. രാവിലെ മുതൽ ബഹളമാണെന്നേ. എന്തായാലും ഈ റൈസിയെക്കുറിച്ചുള്ള അല്ലെങ്കിൽ ഇറാന്റെ സമകാലിക സ്ഥിതിയെ വിലയിരുത്തുന്നതിൽ നിന്നും തീർത്തും ഘടകവിരുദ്ധമാണ്. ഒരിക്കലും നമുക്ക് പരിഗണിക്കാൻ പറ്റാത്ത ഒരു ബഹളമാണ് സോഷ്യൽ മീഡിയ. ബഹളമാണ്. ഇവിടെ കേരളത്തിൽ റൈസിക്ക് വേണ്ടി പ്രാർത്ഥന, ഇറാനിൽ റൈസിയുടെ മരണത്തിൽ ആഘോഷം. അവിടുത്തെ വളരെ അറിയപ്പെടുന്ന ഒരു മനുഷ്യാവകാശ പ്രവർത്തക ഇന്നത്തെ ദിവസം വേൾഡ് ഹെലികോപ്റ്റർ ഡേ ആയിട്ട് പ്രഖ്യാപിക്കണമെന്ന് പോലും ആവശ്യപ്പെട്ടിട്ടുണ്ട്. കാരണം റൈസി മരിച്ചല്ലോ, അതിൻ്റെ ആഘോഷം എന്നുള്ള നിലയിൽ. അപ്പോൾ ഒരു വശത്ത് ആഘോഷം, കാരണം അവിടുത്തെ ജനങ്ങൾ ഇത് അനുഭവിക്കുന്ന ആൾക്കാരാണ്. ഇവിടെ തികച്ചും മതമൗലികവാദത്തിൻ്റെ പേരിൽ മാത്രമുള്ള വീക്ഷണവുമായിട്ട് നടക്കുന്നവർക്ക് അദ്ദേഹം വലിയ ഹീറോയാണ്. അത് ഓരോരുത്തർക്ക് അവരവരുടെ ഇഷ്ടം. പക്ഷേ സ്വന്തം രാജ്യത്തെ ചീഫ് ഓഫ് സ്റ്റാഫ് മരിക്കുമ്പോൾ സ്മൈലി ഇടുകയും ആഘോഷിക്കുകയും ചെയ്ത, സോഷ്യൽ മീഡിയയിൽ ആഘോഷിക്കുകയും ചെയ്ത അതേ ആൾക്കാരാണ് ഇത് ചെയ്യുന്നതെന്ന് കാണുമ്പോൾ ഉള്ള ഒരു വിഷമവും പ്രതിഷേധവും ഉണ്ട്. തീർച്ചയായും. എന്തായാലും ഈ പ്രത്യേക ലോക സാഹചര്യം, അതായത് ഇറാൻ്റെ ഒരു പ്രസിഡന്റ്, ഇറാൻ്റെ എന്ന് മാത്രമല്ല ഏതൊരു രാജ്യത്തിൻ്റെയും രാഷ്ട്രത്തലവന് ഇത്തരത്തിലൊരു അപകടം പറ്റുമ്പോൾ ഒരു വലിയ പ്രതിസന്ധിയിലേക്ക് ആ രാജ്യം അകപ്പെടാറുണ്ട്. ആ പ്രതിസന്ധി ആ രാജ്യത്തെ എങ്ങനെ ബാധിക്കുന്നു, ചുറ്റുപാടുമുള്ള ലോകരാജ്യങ്ങളെ എങ്ങനെ ബാധിക്കുന്നു, നമ്മുടെ രാജ്യത്തെ എങ്ങനെ ബാധിക്കുന്നു, ഇതെല്ലാം വിലയിരുത്തേണ്ടത് ഒരു അവശ്യ ഘടകമായതുകൊണ്ട് തന്നെയാണ്. പ്രത്യേകിച്ചും ഇനിയും ഔദ്യോഗികമായ സ്ഥിരീകരണം വരാനുണ്ട്. അടുത്തത് ആരായിരിക്കും പ്രസിഡന്റ്, ഇങ്ങനെയൊക്കെയുള്ള വാർത്തകൾ വരാനിരിക്കുന്നുണ്ട്. എന്തായാലും ഇറാനെ സംബന്ധിച്ചിടത്തോളം ഒരു വലിയ തിരിച്ചടി അല്ലെങ്കിൽ ഒരു വലിയ നഷ്ടം തന്നെയാണ് പ്രസിഡന്റ് ഇബ്രാഹിം റൈസിയുടെ മരണം എന്ന് തന്നെ നമുക്ക് പറഞ്ഞു വെക്കാം. നമസ്കാരം. നമസ്കാരം.